പക്ഷെ ജനറലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വാർക്കയുടെ 2-3 ദിവസം മുന്നേ ആയിരിക്കും സ്റ്റീൽ അറൈവ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റീല് ആ പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് വളയ്ക്കണം, കട്ട് ചെയ്യണം. അപ്പോൾ ഈ എപ്പോക്സി കോട്ടിങ് അവിടെ പോയല്ലോ. ഇപ്പോൾ എപ്പോക്സി കോട്ടിങ് പോയത് കഴിഞ്ഞാൽ അത് ഓൾറെഡി വൾണറബിളായി എവിടെയോ. അത് ഈ വൾണറബിൾ ആയ സ്ഥിതിക്ക് വൾണറബിലിറ്റി പോയിന്റിൽ നിന്നായിരിക്കും കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോക്സി ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നേ വരെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ പലപ്പോഴും കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട്, നമുക്ക് എപ്പോക്സി പോകാം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. റീസൺ ബീയിങ്, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണോ നിങ്ങൾ പേടിച്ചത് ആ സാധനം വീണ്ടും നിങ്ങളുടെ റിയാലിറ്റി ആവുകയാണ്. അവിടെ ഹാപ്പൻസ്. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് സീ ദ റിയൽ സ്റ്റീൽ കളർ. കോട്ടിംഗ് പോയല്ലോ, കോട്ടിംഗ് പോയി, പ്രൊട്ടക്ഷൻ കോട്ടിംഗ് പോയി. പിന്നെ എന്താണ് അതുവഴി മെച്ചം വരാനുള്ളത്? ഇതാണ് ഞാൻ പറയുന്നത്. സ്റ്റീലിൻ്റെ കട്ടിങ് ബെൻഡിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലേബറും മാനുവലി പലയിടത്തും ചെയ്യുന്ന ഒരു പലതല്ല, 99.999% അത്രേ ഉണ്ടാവാറുള്ളൂ. ഇത് 100% എന്താ ശരിക്കും ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും അല്ല, പണിക്കാരാണത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയലി കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതുമല്ല. അങ്ങനെയുള്ളൊരിടത്ത് ഈ എപ്പോക്സി യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സിനാരിയോ റോഡ് പ്രോജക്ട്സ് ആണ്. ഓക്കെ, വേറെ ഒന്നാമത് റോഡ് പ്രോജക്ട്സ് വരുമ്പോൾ ഈ സെക്ഷൻസ് അതുപോലെ ലെങ്ത്തിലുള്ളതാണല്ലോ. 12 മീറ്റർ റോഡ് എന്ന് പറഞ്ഞാൽ 12 മീറ്റർ അവർക്ക് ചിലപ്പോൾ ഒരു ബ്രിഡ്ജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അവരത് ലാപ്പാ ചെയ്യുന്നത്, കട്ടിയില്ല. വീടെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് 12 മീറ്റർ സ്പാൻ വരുന്നത്? ഏറിപ്പോയാൽ 6 മീറ്റേഴ്സ് സ്പാൻ വരുന്നുള്ളൂ.